അവരിൽ ശ്ലീഹന്മാരിൽ നിന്ന് ആഹരിക്കുവാൻ അവരെത്രമാത്രം പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു, മാത്രം അപേക്ഷയോടെ കാത്തിരിക്കുന്നു. ഈ കർത്തൃദിനം നമുക്ക് ക്രിസ്തുവിനായി എത്ര മാത്രം അപേക്ഷയോടെ ഈ ശ്ലീഹന്മാരുടെ മനസ്സുമായി അവനെ നമ്മുടെ ആരാധനയിലേക്ക്, പ്രാർത്ഥനയിലേക്ക്, കൂട്ടായ്മയിലേക്ക്, കുടുംബത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുവാൻ തക്കോണം സാധിക്കുന്നുണ്ട്. രണ്ടാമതായി നാം മനസ്സിലാക്കുന്നത് ദ റിയൽ മീൽ എന്നുള്ളതാണ്. ശ്ലീഹന്മാർ ക്രിസ്തുവിനെ വിളിക്കുമ്പോൾ അവൻ ഓടി വന്ന് അവർക്ക് ഭക്ഷണത്തിനായി അവരോടൊപ്പം ഇരിക്കുന്നില്ല. അവൻ ശ്ലീഹന്മാരോട് പറയുകയായിരുന്നു, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. ജീവിതത്തിൽ പാത്രങ്ങളിൽ വിളമ്പുന്നത് മാത്രമല്ല ആഹാരം, പിന്നെയോ ജീവിതത്തിന്റെ ഓരോ കർമ്മങ്ങളും ആഹാരമാണെന്ന് തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസം 2 ലക്ഷം രൂപ താൻ വീടി തുറത്തുണ്ടായിരുന്ന ആ വലിയ ഉദ്യമത്തിൽ നിന്ന് മാറ്റിവെച്ച ആ പ്രിയപ്പെട്ട പിതാവ്, അയാൾക്ക് 2 പെൺമക്കളുള്ളതൊക്കെയാണെന്ന് നമ്മൾ വായിച്ചറിഞ്ഞത്. തൻ്റെ ബാങ്ക് ബാലൻസിലുണ്ടായിരുന്ന അവസാനത്തെ പണവും അദ്ദേഹം ലോകത്തിനായി, കേരളത്തിനായി സമ്മാനിക്കുകയാണ്. എന്ത് ശ്രേഷ്ഠമാണ്, എന്ത് ഉദാത്തമാണ് ആ ജീവിതം. റിയൽ മീൽ, യഥാർത്ഥ ഭക്ഷണം എന്നൊക്കെ പറയുന്നത് തന്നെ കൊടുക്കുന്നതാണ്. ബാങ്ക് ഉദ്യോഗസ്ഥരൊക്കെ ആവശ്യപ്പെട്ടു അത്രയും കൊടുക്കരുത്, ഇനി നിങ്ങളെങ്ങനെ ജീവിക്കും? എന്നാൽ ലോകം മരണത്തിൽ ഇങ്ങനെ മല്ലടിക്കുമ്പോൾ, ലോകം മരണത്തിൽ കിടന്നിങ്ങനെ ഉരുളുമ്പോൾ, ലോകം സങ്കടത്തിലായിരിക്കുമ്പോൾ എനിക്ക് സന്തോഷിപ്പാൻ സാധ്യമല്ല എന്നുള്ളത് ആ ദൈവസ്നേഹിയായ മനുഷ്യൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ദൈവത്തെക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കുന്ന, ചരാചരങ്ങളെ സ്നേഹിക്കുന്ന, ലോക സമസ്ത സുഖനോ ഭവന്തോ എന്ന് പാടുന്ന ഒരു അനുഗ്രഹത്തിന്റെ കണ്ണിയാണ് ആ മനുഷ്യന്. യഥാർത്ഥ ഭക്ഷണം എന്നുള്ളത് മറ്റുള്ളവർ സന്തോഷിക്കുന്നതാണ്, പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എന്നുള്ള വലിയ ക്രിസ്തു ബോധ്യത്തോട് ചേർന്ന് ജീവിക്കുന്ന പല മനുഷ്യരെയും ഇക്കാലങ്ങളിൽ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. മൂന്നാമതായി നാം കാണുന്നു ദ റിയൽ ഹാപ്പിനെസ്, യഥാർത്ഥ സന്തോഷം. 36-ാം വാക്യം നാം വായിച്ചറിയുകയാണ്. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്ക വിധം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവനിലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു. കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവനിലേക്ക് കൂട്ടിവെക്കുന്നു. ജീവിതത്തിൽ കൊയ്യുന്നവൻ കൂലി വാങ്ങി കൂട്ടിവെക്കുകയാണ്. പരിശുദ്ധനായ പരിമള തിരുമേനി 1/2 നൂറ്റാണ്ടും സ്വല്പവും മാത്രം ഈ ലോകത്ത് ജീവിച്ച് അദ്ദേഹത്തിന്റെ കൂലി വാങ്ങി അദ്ദേഹം കൂട്ടിവെച്ചിട്ട് യാത്രയായി. അദ്ദേഹത്തിന് ലഭിച്ച കൂലി ഇന്നത് ചോദിച്ചു വാങ്ങുവാൻ ഏകദേശം 1.25
അവരധ്വാനിച്ചത് കൊയ്യുവാൻ തക്കോണം നാം ചേർന്ന് വരുന്നവരാണ്. അവരധ്വാനിച്ചത് കൊയ്യുന്ന ജീവിതാനുഭവക്കാരാണ്. ഓരോ പെരുന്നാളും അവരുടെ അധ്വാന ഫലങ്ങളെ കൊയ്തെടുക്കുവാൻ തക്കോണം ആ സന്തോഷത്തിലേക്ക് ചേർന്ന് വരുന്ന അനുഭവമാണ്. ക്രിസ്തുവിൻ്റെ ഉത്ഥാന പെരുന്നാളിന് ശേഷമുള്ള വലിയ ദിനങ്ങൾ നമ്മൾ പിന്നിടുമ്പോൾ ക്രിസ്തുവിൻ്റെ അധ്വാനങ്ങളാണ് നമ്മൾ ഓരോ പരിശുദ്ധ കുർബാനയിലും അനുഭവിക്കാൻ തക്കോണം ഇടയാകുന്നത്. യഹോവ നല്ലവനെന്ന് തിരിച്ചറിയുവാൻ, അവൻ്റെ അധ്വാന ഫലങ്ങളെ സന്തോഷത്തോടെ സ്വീകരിപ്പാൻ, അവൻ്റെ കഷ്ടങ്ങളിലും അവൻ്റെ സങ്കടങ്ങളിലും ചേർന്ന് നിൽപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കാൻ തക്കോണം ഇടയാകട്ടെ. നമ്മൾ പങ്കുവച്ച ചിന്തകൾ ഇതൊക്കെയായിരുന്നു. യഥാർത്ഥ ശിഷ്യത്വം, യഥാർത്ഥ ഭക്ഷണം, യഥാർത്ഥ സന്തോഷം. ആരാണ് നാം? ആരാണ് നീ? ആരാണ് ഞാൻ? അവൻ വിതച്ചതും അവൻ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതും ഒക്കെയാണ് എൻ്റെ ജീവിതം എന്നുള്ള വലിയ മനസ്സിലാക്കലിലേക്ക് ചേർന്ന് വരുവാൻ ഈ പ്രതിസന്ധിയുടെ കാലത്ത് മനുഷ്യകാലം വരെ നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ.